സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ വന്നിട്ടുള്ളത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം പീഠം കാണാതായി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ലോക അയ്യപ്പ സംഗമത്തിന്റെ തൊട്ട് മുമ്പ് അത് അലങ്കോലപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ളൊരു ഊഹാപോഹമെന്ന നിലയിലാണത് പ്രചരിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഇപ്പോഴും തുടർച്ചയായി ഒരുപാട് പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ ആരോപണങ്ങളും ഒന്നൊഴിയാതെ ഫലപ്രദമായ ഏജൻസിയെ ഉപയോഗപ്പെടുത്തി അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ആരാണോ ഇതിന്റെ ഉത്തരവാദികൾ എന്നുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ അന്വേഷണം നടക്കട്ടെ എന്നാണ് CPM-ന്റെ അഭിപ്രായം. ആരെയും സംരക്ഷിക്കാനോ ആരുടെയെങ്കിലും സംരക്ഷണം ഏറ്റെടുക്കാനോ CPM-ഇല്ല. സത്യസന്ധമായി കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഇതിന്റെ ഭാഗമായിട്ട് ഒരു നയാ പൈസയുടെയും കാര്യം കിട്ടേണ്ടതില്ല. CPM-നെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. അപ്പോൾ ഫലപ്രദമായ അന്വേഷണം ഇതിന്റെ ഭാഗമായിട്ട് നടക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ പരാതി തന്നെ ഉന്നയിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ ചെയ്തികളെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം അന്വേഷിക്കുന്ന നില സ്വീകരിക്കണമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അല്ലല്ല, അത് അത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇനി ഭാഗികമായിട്ട് ഉത്തരം പറയേണ്ട കാര്യമില്ല, നമ്മൾ ചർച്ച ചെയ്യേണ്ടിയും കാര്യമില്ല. ആ സംബന്ധിച്ച് അന്വേഷിക്കണം, പൂർണ്ണമായി അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പുറത്തു വരുമല്ലോ. പകുതി വന്ന രീതിയിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നതിൽ ഈ സംഭവത്തിന്റെ ഒരു എപ്പിസോഡ് മാത്രമല്ല, പല എപ്പിസോഡും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ധാർമ്മികമായ ഉത്തരവാദിത്തമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള എന്ത് കാര്യമായാലും ശബരിമലയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ആ ശബരിമല ബന്ധപ്പെട്ടുള്ള കാര്യം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് മുഴുവൻ കാര്യങ്ങൾ നടക്കുന്നത്. എന്ത് പ്രശ്നം വേണമെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അത് ഏത് ബോർഡ് നോക്കേണ്ട കാര്യമില്ല, ഏത് കാലം നോക്കേണ്ട കാര്യമില്ല, ഏത് കാലത്തും. അത് പോരെങ്കിൽ വേറെ എന്തൊക്കെ അന്വേഷണം വേണോ അതൊക്കെ അന്വേഷിക്കാം. CBI വെറുതെ ആവശ്യമില്ലാണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. CBI ഞാൻ പറഞ്ഞ ഏത് അന്വേഷണം ആയാലും കുഴപ്പമില്ല. ഹൈക്കോടതിയുടെ കീഴിലായി ഇപ്പോൾ അന്വേഷണം, അവർ പറയുന്ന ഏത് അന്വേഷണത്തിനും ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. പോരെ? CBI നേരെ അറിയുന്നില്ല എന്ന് എത്രയോ കാലം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ സുപ്രീം കോടതി ഉൾപ്പെടെ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. വെറുതെ ആവശ്യമില്ലാതെ എന്റെ നാട്ടിൽ ഇതൊന്നും കുത്തിച്ചേർത്തണ്ട. ഏതന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അന്വേഷണം. ആ അന്വേഷണത്തിൽ ഏതൊക്കെ വേണോ ഏത് അന്വേഷണം വേണമെങ്കിലും നടത്തിക്കോ. അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോഴാണ് വന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പ് പീഠത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. അവസാനം പീഠം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിലാണ് പീഠം കടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ എല്ലാം അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് വിവരം വരും. ധൃതി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് സത്യസന്ധമായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് തിരിച്ചറിയുക തന്നെ വേണം. തിരിച്ചറിയുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് യാതൊരു തർക്കമേ ഞങ്ങളാളല്ല എന്ന് ഉറപ്പാണ്.
വേറെ ആരെ വേണമെങ്കിലും സംശയിക്കാം. നമ്മുടെ ആളുകളെ ഏൽപ്പിക്കുന്ന ഇതെല്ലാം ചെയ്യാൻ വേണ്ടി എല്ലാ സ്ഥലത്തും CPIഎമ്മിന്റെ ആളുകളെ നോക്കിയിട്ടാണോ ഏൽപ്പിക്കുക? അതൊക്കെ പരിശോധിച്ചോട്ടെ എന്ന് ഞാൻ പറയുന്നത്. അതിനെപ്പറ്റി ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക, എന്നിട്ട് ആവശ്യമില്ലാതെ ഉത്തരം പറയും. എന്താവശ്യം? പത്മകുമാറിന്റെ കാലത്ത് ഞാൻ കുറച്ചൊരു കാര്യം പറഞ്ഞു. ആ കാര്യം സംബന്ധിച്ച് പൂർണ്ണമായി അന്വേഷിക്കേണ്ടിയുണ്ട്. അന്വേഷിച്ച് നിലപാട് വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ആരായാലും ഞാൻ വെറുതെ പറഞ്ഞല്ല, ആരെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. ആരായാലും ആരുടെ കാലത്തായാലും ഏത് വ്യക്തികളെല്ലാം ഉൾച്ചേർന്നാലും ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ളൊരു അന്വേഷണ സംവിധാനത്തിന്റെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അന്വേഷിക്കട്ടെ. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. അതുകൊണ്ട് ഞങ്ങളെന്താ ഭയപ്പെടേണ്ട കാര്യം? ശരി, അതെ, അങ്ങനെയാണ്. അല്ലാന്ന് പറഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കോടതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ ഗൗരവമുള്ളതാണ്. ഉണ്ടെങ്കിൽ അതാണ് കണ്ടുപിടിക്കേണ്ടത്, അതാണ് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അത് അന്വേഷിച്ചാലേ മനസ്സിലാവുള്ളൂ. ഗവൺമെന്റ് ആയാലും ഏത് സംവിധാനം ആയാലും അന്വേഷിക്കട്ടെ, എന്നിട്ട് നമുക്ക് കൃത്യമായ നിലപാട്. അത് ഞാൻ പറഞ്ഞില്ലേ, അന്വേഷിച്ചിട്ട് പറയാമെന്ന്. അന്വേഷണത്തിന്റെ പിന്നിൽ ഇല്ല, എല്ലാ വിവാദവും ഉണ്ടാക്കാമെന്നുള്ളതാണല്ലോ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചുമതല. അതിൽ പൊതുവെയുള്ള ഗൂഢാലോചനയെ പറ്റി പറയുന്നതല്ലാതെ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കുന്നതല്ല. അതൊക്കെ അന്വേഷിച്ചിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അത് ഉൾപ്പെടെ ആലോചിച്ചോട്ടെ, അന്വേഷിച്ചോട്ടെ. അല്ല, സർക്കാരിനെ പുകഴ്ത്തുന്നതിൽ ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല. ഇത് കൊണ്ടുകൊണ്ട് മാത്രം സർക്കാർ ഇഴക്കപ്പെടുന്നില്ല. നിങ്ങൾക്കുടനെ ആവശ്യമുള്ളത് ഗവൺമെന്റിനെ ഇഴർത്തണം. എങ്ങനെയാണ് അതിന്റെ പോയിന്റ് കിട്ടുക എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇമാതിരി കുറെ വാർത്താ മാധ്യമങ്ങളും ആവശ്യമില്ലാതെ ചർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഉടനെ തുടങ്ങിയ ഏതോ ചെമ്പ്, അതുപോലെ തന്നെ ഇരുമ്പ്, അല്ലെങ്കിൽ സ്വർണം അതെല്ലാം പറഞ്ഞിട്ട് ഉടനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് പറയാൻ എന്താ വഴി കിട്ടുക എന്ന് പറഞ്ഞ് നടക്കുകയാണ്. മതി.